ശ്രീ ജലീൽ പുനലൂർ, ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം. സേവനവുമായി ബന്ധപ്പെട്ട് ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്ന് CMRNന്റെ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ S സുരേഷ് കുമാറും ജനറൽ മാനേജർ P സുരേഷ് കുമാറും തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സേവനവുമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ച കാര്യം അർത്ഥവത്താവുകയാണ്. മാത്രമല്ല 1.72 അല്ല, അതിനപ്പുറത്തേക്ക് ശതകോടികളിലേക്ക് വെളിച്ചം വീശുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് നോക്കൂ, ഈ ഷാജഹാനെ പോലുള്ളവരുടെ ജൽപ്പനങ്ങൾക്കൊന്നും മറുപടി പറയാൻ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. പാർട്ടിയിലെ കൊടുത്തതിന് പാർട്ടി ചെവിക്ക് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞ 15 കൊല്ലമായിട്ട് രോധിച്ചുകൊണ്ട് നടക്കുക നാടൊട്ടുക്കും. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കൊണ്ടൊന്ന് ചാനൽ ചർച്ചയിൽ ഇരുത്തിയിട്ട് 16 പ്രാവശ്യം എന്നെ പോലെ ഒരാളുടെ പേര് പറഞ്ഞിരിക്കുന്നത് എന്ത് നേടി? ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസാന സ്വപ്നം കണ്ടിരിക്കുന്നത് വീണാ വിജയനെ അടുത്ത ആഴ്ച ബാംഗ്ലൂരിൽ കൊണ്ടുപോകും, അഗ്രഹാര ജയിലിൽ കിടത്തും. സ്വപ്നം കണ്ട് മുടി നിറച്ച് മരിച്ചു പോകുന്ന അല്ലാതെ ഷാജഹാനെ നിങ്ങളുടെ ഒന്നും ഒരു സ്വപ്നവും പൂവണിയാൻ പോകുന്നില്ല. ഞാൻ ഒരു 3 ദശാബ്ദക്കാലം ഗൾഫിൽ നിന്നതാ. ഈ വീണാ വിജയനൊക്കെ നടത്തുന്ന ബിസിനസ്സിൽ അവിടെ അതിന്റെ സ്റ്റാഫുകൾ അവിടെ കഴിക്കുന്ന ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഒരു മാസം പക്ഷേ ഷാജഹാൻ ഒരു മാസത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഒരു ദിവസം ഒരു ചായ കുടിക്കുന്നുണ്ട്. അവരുടെ ശമ്പളം ഒരു മാസം 25 എന്തൊരു കരുതലാണല്ലേ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞു പുനലൂരുകാർക്ക് നാണക്കേട് തോന്നും, പുനലൂരുകാർക്ക് നാണക്കേട് തോന്നും ഈ ജലീലിനെ ഓർത്ത്. 10 വർഷക്കാലം കേരളത്തിന്റെ അജയനായ മുഖ്യമന്ത്രി എത്രയോ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ മകൾ കൊണ്ടുവന്ന അഴിമതി എത്ര? 1 കോടി 70 ലക്ഷം 7 ലക്ഷം. ഞാൻ വിചാരിച്ചെങ്ങാണ്ട് 100 കോടി 500 കോടി ഉണ്ടെന്ന്. ഈഡി പറഞ്ഞത് അല്ലല്ല, ഈഡി കണ്ടെത്തിയത് 1 കോടി 7 ലക്ഷമാണ്. ഷാജഹാൻ എന്ന് പറയുന്ന വലിയ സൈദ്ധാന്തികൻ വന്നുകൊണ്ട് പറയുന്നു മഹാകോടികളുടെ മഞ്ഞുമലയുടെ ഒരു അറ്റത്തെ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ദുബായിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ ഷാജഹാൻ എൻഫോഴ്സ്മെന്റും ഈഡിയും ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഷാജഹാൻ എന്താ ധരിച്ചത്? നിങ്ങളുടെ ഈ വർത്താനം കേട്ടിട്ടൊന്നും കോൺഗ്രസ് പഠിപ്പിക്കില്ല, BJP അടിക്കില്ല. ഇതുപോലെ കാലം കഴിഞ്ഞു പോകും. കാരണം ഒറ്റുകാരന്റെ സത്യം പറയുന്നവർക്ക് ആരെങ്കിലും കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ശ്രീ ജലീൽ. നമുക്ക് അതിലേക്കല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പോയിന്റിലേക്കാണ്. തീർച്ചയായും ശ്രീ ജലീൽ അങ്ങ് വരേണ്ടത് ഈ പോയിന്റിലേക്കാണ്. സ്വാഭാവികമായിട്ട് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം മുന്നിൽ കാണുമ്പോൾ അതിന് ഇങ്ങനെയാണോ പാർട്ടി നേരിടേണ്ടത്? എന്റെ പോയിന്റ് അതിൽ തന്നെയാണ്, എന്റെ ചോദ്യം അതിൽ തന്നെയാണ്. അല്ല, അതൊരു ഗൗരവമില്ല. ഈഡി ഈ രാജ്യത്ത് കഴിഞ്ഞ 10-15 വർഷത്തിന് അകം രജിസ്റ്റർ ചെയ്ത കേസുകൾ 114 115 അതിന് തെളിവ് ശേഖരിച്ച് കൊടുക്കാൻ പറ്റിയത് 14-15 കേസുകളാ. ഈഡി എന്നൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ NIA ഒക്കെ എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ പോഷക സംഘടനയാണെന്ന് ഈ പറയപ്പെടുന്ന സൈദ്ധാന്തികൻ പോലും അംഗീകരിക്കുന്നുണ്ടല്ലോ. പിന്നെ കേരളത്തിലുള്ള ഒരു സർക്കാരിനെതിരായിട്ട് ഇപ്പൊ മെനഞ്ഞാണ്ട് പോയി VDയും മോഡിയും EDയും ഒക്കെ കൂടെ ഒരു ചർച്ച നടത്തിയിട്ട് വന്ന് പിണറായി വിജയൻ എന്തോ ചെയ്തു കളയാമെന്ന് കരുതിയാൽ പിണറായി വിജയൻ സത്യത്തിൽ നിങ്ങളുടെ ഈ വേട്ടയാടൽ ഗുണകരമായിട്ടാണ് ഭവിച്ചിരിക്കുന്നത്. കാരണം പാർട്ടി ചർച്ചകളിൽ പോലും പല കാര്യത്തിലും പ്രതിസ്ഥാനത്ത് നിന്ന അദ്ദേഹം ഇന്ന് അജയ്യനായിട്ട് ഉയർന്നിരിക്കുന്നു. കടന്നൽ കൂട്ടമല്ല, സാധാരണ പൊതുജനങ്ങൾ പോലും അംഗീകരിക്കുന്നുണ്ട്. ഡോളി മനോജ്, CATയുടെ പ്രധാനപ്പെട്ട ഗുണ്ട ഡോളി മനോജാണ് ഇന്ന് ഓടിക്കൂടിയ ഒരു പ്രധാനപ്പെട്ട ഒരു രക്ഷകൻ. ഡോളി മനോജ് ചെയ്തത് ഈ വണ്ണത്തിലുള്ളൊരു ഇഷ്ടിക എടുത്തിട്ട് ED ഉദ്യോഗസ്ഥർ വന്ന വനിതാ ഉദ്യോഗസ്ഥരടക്കമുണ്ട്, അവർ വന്ന വാഹനത്തിലേക്ക് ഒരു ഒറ്റയിടി. ഇതാണ് ഒരാൾ. രണ്ടാമത്തേതൊരു സന്ദീപ് എന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അയാളും സമാനമായി തന്നെ മാരകായുധങ്ങളുമായി എത്തുന്ന ഒരു സാഹചര്യം. IP വിനു എന്തോ മുട്ടയുമായി എത്തി, അത് EDക്കാർക്കെതിരെ എറിഞ്ഞു എന്നൊക്കെയാണ് വരുന്നത്. ഇതാണോ അങ്ങ് പറഞ്ഞ രക്ഷാപ്രവർത്തനം?